നമസ്കാരം. പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് തട്ടുപൊളിപ്പൻ സിനിമകൾ എടുക്കുന്ന നിർമ്മാതാക്കളും അതിൻ്റെയൊക്കെ സംവിധായകരും വെട്ടുകൊണ്ട പോത്തുകളെപ്പോലെ വിരളി പിടിച്ച് പരക്കം പായുമ്പോൾ ഇവിടെ ഒരാൾ മദിരാശിയിലെ തൻ്റെ വീട്ടിൽ ശാന്തമായിരുന്ന് താൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നർമ്മമായാലും വടക്കൻ പാട്ടായാലും മനുഷ്യ മനസ്സിൻ്റെ തീക്ഷ്ണമായ വികാരങ്ങളായാലും എല്ലാം തനിക്ക് വഴങ്ങുമെന്ന് എത്രയോ വട്ടം നമുക്ക് കാണിച്ചു തന്ന കരുത്തനായ സംവിധായകൻ ശ്രീമാൻ ഹരിഹരൻ. ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാക്കാൻ പറ്റൂ എന്ന പാഠം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. മലയാള സിനിമയുടെ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാർ, മലയാള സിനിമയുടെ ഒരു നീണ്ട കാലയളവിൽ അതെ സാറ് സഹസംവിധായകനായും സംവിധായകനായും മലയാള സിനിമ പ്രവർത്തിച്ചു. അതെ അപ്പോൾ അന്നത്തെ സിനിമ, സാറ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ സിനിമയിലുണ്ടായിരുന്ന ഒരു സംസ്കാരവും മാന്യതയും ഇന്നത്തെ സിനിമയിൽ ഇല്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അത് ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? മൊത്തത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചലച്ചിത്ര സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരത്തിനൊരു മൂല്യ തകർച്ച മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഇത് മാത്രമല്ല, എനിക്ക് തോന്നിയത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു അംശമായിട്ട് പറയാം നമുക്ക്. മലയാള സിനിമയിലും ആ ഒരു മൂല്യ തകർച്ചയുണ്ട്. അത് പ്രമേയത്തിൽ, പിന്നെ അവതരണത്തിൽ, പിന്നെ ഗാന മ്യൂസിക് ശാഖകളിൽ, അഭിനയത്തിലെല്ലാം. അപ്പോൾ അഭിനയത്തിലെന്ന് പറയുമ്പോൾ നല്ല സബ്ജക്റ്റും നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സംവിധാനം ഉണ്ടെങ്കിൽ നടന്മാർക്ക് അതിൽ പങ്കുചേരാൻ പറ്റും. കാരണം നടന്മാരെ സംബന്ധിച്ചിടത്തോളം സംവിധായകന്മാർ പറയുന്നതനുസരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മൾ കുറ്റം പറയുന്നത് അർത്ഥമില്ല. പക്ഷേ സംവിധായകൻ പറയുന്നത് മുഴുവൻ നടൻ അംഗീകരിക്കണം, അവന് ചെയ്യാൻ പറ്റാത്തത്, അവൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്തത് അവൻ ചെയ്യണം. ഒരിക്കലും ചെയ്യണ്ട. അതാ നടനെ സ്വാതന്ത്ര്യം ചെയ്യണ്ട. അതും ഇന്നത്തെ സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു മൂല്യ തകർച്ചയ്ക്കുള്ളൊരു കാരണമാണ്. നമ്മുടെ പുതിയ പല സിനിമകളിലും അതേപോലെയുള്ള നടന്മാർ അവർക്ക് ചെയ്യാൻ അവരുടെ ഇമേജിന് തന്നെ കൂട്ടം തട്ടുന്ന രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കുക ഉണ്ട് അല്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മൂല്യ തകർച്ച എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇപ്പോൾ പണ്ടൊക്കെയുള്ള സിനിമയിൽ, പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു കലാരൂപമാണ്. ആ ബോധം സിനിമ ഈ കഥ എഴുതുന്നവർക്ക്, സംവിധാനം ചെയ്യുന്നവർക്ക്, അഭിനയിക്കുന്നവർക്ക് വേണം. അപ്പോൾ കഥ എഴുതുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നെ സംവിധാനം ചെയ്യുന്ന ആളുകളോ അതിനെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ നടന്മാർ തീർച്ചയായിട്ടും ചിന്തിക്കണം. കാരണം നടന്മാരുടെ മുഖമാണ് ജനങ്ങൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പോൾ പറയാൻ പാടില്ലാത്ത ഭാഷ ഈയിടെയായിട്ട് മലയാള സിനിമയിലെ ഭാഷ വളരെ മോശമാണ്. എനിക്ക് തോന്നുന്നത് മലയാള സാഹിത്യ അല്ലെങ്കിൽ നോവൽ രംഗത്തുള്ള അല്ലെങ്കിൽ നാടക രംഗത്തുള്ള തകർച്ച അതിനൊരു കാരണമാകാം. പണ്ടുള്ള കാലത്ത് അറിയാമല്ലോ, നല്ല കഥ തിരഞ്ഞെടുക്കും. കഥ തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ചുള്ള നടീനടന്മാരെ തിരഞ്ഞെടുക്കും. പക്ഷേ അതിന് തിരക്കഥയ്ക്ക് എഴുതുന്നത് നാടകയ്ക്ക് ഏറ്റവും ബന്ധമുള്ള, പിന്നെ സാഹിത്യമായിട്ട് ബന്ധമുള്ള എഴുത്തുകാരായിരുന്നു. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്നതില്ല. കാരണം സാഹിത്യവും നാടകമൊക്കെ ആയിട്ടുള്ള ബന്ധം സിനിമ വിട്ടിരിക്കുന്നു, വളരെ അകലെയാണ്. അതായിരിക്കാം ഒരു കാരണം. പക്ഷേ എങ്കിലും നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കഥ രചിക്കുന്നവർ, സംവിധാനം ചെയ്യുന്നവർ, നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ പിന്നെ നമ്മൾ മാനിക്കണം,